അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ചാന്ദ്രയാൻ 1, 2, 3 എല്ലാ ക്വിസ് മത്സരത്തിലും നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രയാനെ പറ്റി. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മത്സരത്തിൽ ഈ ഒരു വിഭാഗത്തിലെ ഒരു ചോദ്യവും മിസ്സാവുകയില്ല. നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുപഠിക്കുക. എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. LP, UP, HS, HSS വിഭാഗത്തിൽ ഒരുപോലെ ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. ലെറ്റ്സ് ഗോ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതികളെ പറ്റിയിട്ടാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. PSLV XL-C11 എന്ന് പറയുന്ന വാഹനമാണ് ഉപയോഗിച്ചത്. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത് വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. അതുപോലെ തന്നെ GSLV Mark 3 M1 എന്ന് പറയുന്ന റോക്കറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇതിനെ ബാഹുബലി, ഫാറ്റ് ബോയ് എന്ന മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇതിന് ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 എന്ന 3 ചാന്ദ്ര ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം ഉള്ളതെന്ന് പറയുന്നത് ഈ റോക്കറ്റിനാണ്. അതുകൊണ്ടാണ് ചാന്ദ്രയാൻ 2-ൻ്റെ റോക്കറ്റിനെ ബാഹുബലി, ഫാറ്റ് ബോയ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി നമ്മുടെ കൂട്ടുകാരെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 14-നാണ്. LVM-3 അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് പൂർണ്ണരൂപം ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതൊക്കെ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചാന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൻ്റെ സയൻറ്റിസ്റ്റ് ആരാണ്? നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻസർ എന്ന് പറയുന്നത് JN ഗോമസ്വാമി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചാന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളതാണ്. ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ ചോദ്യം ഞാനിവിടെ കാണിക്കുമ്പോഴും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കൂട്ടുകാരുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ആൻസർ എന്ന് പറയുന്നത് M അണ്ണാദുരൈ. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3 ഇന്ത്യയുടെ എത്രാമത്തെ ചാന്ദ്ര ദൗത്യമാണ്? ഉത്തരം എന്ന് പറയുന്നത് 3ാമത് ചാന്ദ്ര ദൗത്യം. ചാന്ദ്രയാൻ 3-ൻ്റെ പരിക്രമണ പാരാമീറ്ററുകൾ ഏതാണ്? ഉത്തരമെന്ന് പറയുന്നത് പെരിസിന്തിയോൺ, അപ്പോസിന്തിയോൺ. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3-ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം P വീരമുത്തുവേൽ. അടുത്ത ചോദ്യം, ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് എന്നായിരുന്നു? ആൻസർ ഈസ് 2023 ഓഗസ്റ്റ് 5-ന്. ചന്ദ്രൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ഇവിടെ ഉദ്ദേശിച്ചത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നായിരുന്നു എന്നുള്ളതാണ്. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ കൂട്ടുകാരത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്. ഉത്തരം 2023 ഓഗസ്റ്റ് 23-ന്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അപ്പോൾ
വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് അവസാന 15 മിനിറ്റുകളെ ISRO ചെയർമാൻ വിശേഷിപ്പിച്ചത് എപ്രകാരമായിരുന്നു? ഉത്തരം ഭീകരതയുടെ 15 മിനിറ്റുകൾ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം ശിവശക്തി പോയിന്റ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം മോഹൻ കുമാർ. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരമെന്ന് പറയുന്നത് വനിത മുത്തയ്യ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഋതു കരുതൽ. ചന്ദ്രനിൽ പതാക ഉയർത്തുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 1? ഉത്തരം 68ാമത്തെ ദൗത്യം. ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രയാൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം 312 ദിവസം. ചന്ദ്രയാനിലെ നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയത് എന്നായിരുന്നു? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ്റെ പ്രഖ്യാപനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ആഗസ്റ്റ് 29. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്താൻ കൂടി ശ്രദ്ധിക്കുക. ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി മൂൺ ഇമ്പാക്റ്റ് പ്രോബ്
ചന്ദ്രനിൽ പതിച്ചത് എന്നാണ്? ഉത്തരം 2008 നവംബർ 14. ഈ ഒരു ക്വിസ് വീഡിയോയിൽ ഒരുപാട് വർഷങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും തീയതികളും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ കൂട്ടുകാർക്ക് ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പെട്ടെന്ന് വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കരുത്. പക്ഷെ എല്ലാവർക്കും ഇത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിരുത്തി നന്നായിട്ട് വായിച്ച് പഠിക്കുക. ചന്ദ്രൻ്റെ പ്രദക്ഷിണ തലത്തിൽ 504 കിലോമീറ്റർ അകലത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 എന്ന ദൗത്യം വിക്ഷേപിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ വച്ച്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2008 ഒക്ടോബർ 22. പേലോഡിൽ APX-S ഉൾപ്പെടുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ആൽഫ കണിക പ്രേരിത എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ചാന്ദ്രയാൻ പേലോഡിൽ LIBS ഉൾപ്പെടുന്നു. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ റോവറിന് എന്ത് പേര് വിളിക്കുന്നു? ഉത്തരം പ്രഗ്യാൻ. ചാന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ ലാൻഡറിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം വിക്രം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം GSLV Mark III. 2019 ജൂലൈ 22 ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 എന്ത് ചെയ്യുക, മനസ്സിലിരുത്തി പഠിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആരാണ്? ഉത്തരം എന്ന് പറയുന്നത് ഋതു കരിതാൽ. ചാന്ദ്രയാൻ 2 ഇല്ലാത്ത ചാന്ദ്രയാൻ 3 ആ ഭാഗം ഏതാണ്? ഉത്തരം ലേസർ ഡോപ്ലർ വെലോസിമീറ്റർ. ചാന്ദ്രയാൻ 3 ആകെ ഭാരം എത്ര? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 3900 കിലോമീറ്റർ ആണ്. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, വായിക്കാം. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് മാത്രം 2148 കിലോഗ്രാം ഭാരമുണ്ട്. ലാൻഡറും റോവറും മാത്രമെന്ന് ചോദിച്ചാൽ അതിന് ആകെ 1752 കിലോഗ്രാം ഭാരമാണ് ലാൻഡർ മൊഡ്യൂളിന് ഉള്ളത്. ഇത്രയും കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ലാൻഡറും റോവറും കൂട്ടിയിട്ടുള്ള ഭാരമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ളത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ ഭാരമാണെന്ന് കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൂട്ടുകാർ പഠിക്കേണ്ട ആൻസർ ആദ്യം കൊടുത്തിട്ടുള്ള 3900 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? യെസ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ആകെ ചെലവ് എത്രയാണ്? ഉത്തരം എന്ന് പറയുന്നത് 615 കോടി എന്നുള്ളതാണ്. ചാന്ദ്രയാൻ 3 ഉപയോഗിക്കുന്ന ലോഞ്ചർ ഏതാണ്? ഉത്തരം GSLV
മാർക്ക് 3. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നായിരുന്നു? ഉത്തരം 2023 ജൂലൈ 14. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് ലെങ്ത്ത് ആയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയുടെ ലെങ്ത്ത് പരമാവധി കുറച്ചുകൊണ്ട് കൂടുതൽ ചോദ്യോത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിരുത്തി നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. നമുക്കൊട്ടും വൈകാതെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ എന്ന റോവറിനെ ചലിപ്പിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച്. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്ന് ചന്ദ്രയാൻ 3 പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസം കഴിഞ്ഞാണ് ലാൻഡർ അവിടെ ഇറങ്ങുക? ഉത്തരം എന്ന് പറയുന്നത് 40 ദിവസം. ചന്ദ്രയാൻ 3 ഭൂമിയിൽ നിന്ന് ഉയർത്താൻ ഉപയോഗിക്കുന്ന റോക്കറ്റിൻ്റെ ലിസ്റ്റ് ഓഫ് മാസ് ഉയർന്നു തുടങ്ങുമ്പോൾ ഉള്ള ദ്രവ്യമാനം എത്ര? ഉത്തരം 6,40,000 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ഭൂമിയിൽ നിന്നും ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റ് ഏതായിരുന്നു? ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഇതില്ല. ഏതാണ് ഇല്ലാത്തത്? ഉത്തരം മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നതും ചന്ദ്രയാൻ 3 ഇല്ലാത്തതുമായ ഘടകം ഏതാണ്? ഉത്തരം ഓർബിറ്റർ. ചന്ദ്രയാൻ 3 റോവറിൻ്റെ മാസ് എത്രയാണ്? ഉത്തരം 26 കിലോഗ്രാം. ചന്ദ്രയാൻ 2 ഫോളോ ഓൺ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 3. അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ ഒരു ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യാം, ഇത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് PDF നമ്മൾ സൗജന്യമായിട്ട് തരുന്നതായിരിക്കും. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും ഒന്നും റിവീൽ ചെയ്യൂല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞങ്ങൾ അയക്കുന്ന മെസ്സേജ് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്പറും നിങ്ങളുടെ മറ്റു വിവരങ്ങളൊന്നും ഒരു വിദ്യാർത്ഥികൾക്കും കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത വാട്സപ്പ് ഗ്രൂപ്പിനെ അപേക്ഷിച്ച്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുക. നിലവിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ നമ്മളിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. മികച്ച ക്വാളിറ്റിയിൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.